തേനിയിൽ 40 വർഷമായ ചായക്കട നിർത്തി രാമേട്ടൻ നാട്ടിലേക്ക് പോണമെന്നിങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോഴാ അതിന് സാധിച്ചത്. എന്നെ സഹായിച്ചവരുണ്ട്, ചതിച്ചവരുണ്ട്, എനിക്ക് പൈസ തരാനുള്ളവരുണ്ട്, മുഴുവൻ തന്ന് തീർത്തവരുണ്ട്. എല്ലാവർക്കും വണക്കം. തങ്കയ്യനോട് യാത്ര പറഞ്ഞ് നിമിഷയും രാമേട്ടനും. പോട്ടെ, ഞാൻ എവിടെ ചെല്ലുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. அப்படியெல்லாம் சொல்லாதீங்கம்மா. நீங்க நல்லா இருக்கணும். உங்களை காப்பாத்துறதுக்கு அந்த கடவுள் இருக்காருமா. நீங்க நல்லா இருப்பீங்க. ട്രെയിൻ യാത്രയിൽ നിമിഷയുടെ മനസ്സിൽ രാജീവുമൊത്തുള്ള ഓർമ്മകൾ. രാമേട്ടൻ തന്റെ വീട്ടിൽ നിമിഷയുമായി എത്തുന്നു. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ല. ശരി, എന്താ കണ്ണും പിടിച്ചിരിക്കുന്നത്? ഇതന്നെ വീട് ഇഷ്ടായില്ലേ? എന്നാ വാ. ഇനി തുടർന്നു കാണുക. കൊച്ചേ, മുമ്പോടെങ്ങും കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, ഇതിന് ചെവി കേട്ടൂടെ? ചോദിച്ചത് കേട്ടില്ലേ? ഹലോ, ചെവിയും കേക്കത്തില്ലേ? നീ ഏതാണെന്നാ ചോദിച്ചത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ രാമേട്ടന്റെ കൂടെ വന്നതാ. അങ്ങ് തേനിയില്ലയാ? കടവുളെ, തമിഴെത്തിയോ? അമ്മടിയോ? മോളുണ്ടല്ലോ. തമിഴെത്തി ഒന്നും പറയണ്ട, തേനീന്ന് എന്റെ കൂടെ വന്നതാ. ആരാ അവള്? അവള് അവിടെ എന്റെ ചായക്കടയില് അടുക്കള പണിക്ക് വന്നതാ. ഞാൻ അവിടുത്തെ കച്ചവടമൊക്കെ നിർത്തി കെട്ടിപ്പറക്കി പോന്നു. ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇവളേതാണെന്നാ ഞാൻ ചോദിച്ചത്. അതിന്റെ മറുപടി തന്നെയാ ഞാൻ പറഞ്ഞത്. ഇവള് അവിടെ എനിക്ക് സഹായത്തിനുണ്ടായിരുന്നതാ. ഇവിടെ എനിക്ക് ആരെങ്കിലൊക്കെ വേണ്ടേ വല്ലതും വെച്ച് വിളമ്പാനും അടിച്ചു തൂക്കാനും ഒക്കെ. അതിന് ഇവിടെ ആൾക്കാരെ കിട്ടില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണോ? ഹോ, എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുവിടാൻ വന്നേ ഉള്ളൂ. അത് തിരിച്ചു പൊക്കോളും. ഓ, രാമേട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇവിടെ വരെ വന്നെന്നോ? ആ, അവിടെ അങ്ങനെയൊക്കെയാ. ഇവിടെ ഉള്ളവർക്കല്ലേ ഒരു പെണ്ണിനെ ആണിനെ ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. അവിടെ അങ്ങനെയല്ല. ഓ, ഇവളെ കണ്ടിട്ട് ചായക്കടപ്പണിക്കാരിയാണെന്ന് ആര് വിശ്വസിക്കും? ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന മലയാളി പങ്കച്ചാണെന്നേ പറയത്തുള്ളൂ. അമ്മണേ, നീ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. ഇത് വിട്ടേക്ക്. 2 ദിവസം കഴിഞ്ഞ് അവൾ അങ്ങ് പോയിക്കോളും. കാര്യങ്ങൾ അന്വേഷിക്കാൻ. രാമേട്ടാ, ഇവളുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ല? ഞാൻ വന്നിട്ടല്ലോ. ഓ, അതല്ല, ഇവൾക്ക് തന്തയും തള്ളയൊന്നും ഇല്ലേ? ആരെങ്കിലും ഒരു പെങ്കൊച്ചനാണൊരുത്തിന്റെ ഒപ്പം ഇങ്ങനെ അയക്കോ? അത് അറിയും കേൾക്കും ഇല്ലാത്തൊരു നാട്ടിലേക്ക് എന്നെ അവർക്ക് അത്രയ്ക്ക് വിശ്വാസ. എന്നാലും എന്തേ
ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് അമ്മണിക്ക് തോന്നിയിട്ടുണ്ടോ? ഓ, എന്നെ വിശ്വാസാന്നേലെന്നാ ഇത്രയും ചെറുപ്പക്കാരിയായി പെണ്ണിനെ. അമ്മിണിയെ, ഇവളത്ര ചെറുപ്പക്കാരിയൊന്നല്ല, നല്ല പ്രായമുണ്ട്, കണ്ടാൽ തോന്നില്ലെന്നേ ഉള്ളൂ. ആണോ? അതെ. നീ മുറ്റം തൂക്കി കോച്ച്. അമ്മിണി ഇങ്ങനെയൊക്കെ പറയും. അമ്മിണിക്ക് എല്ലാവരും ഭയങ്കര സംശയ. എന്ത് ചെയ്യാനാ, നമ്മൾ അയൽക്കാരായി പോയില്ലേ, ഇതാ കാണുന്ന വീട്ടിലെ. ഓ, പരിചയമില്ലാത്തൊരു പെങ്കച്ചനെ കണ്ടപ്പോ ആരാന്നറിയാൻ വന്നതാ ഞാൻ. രാമേട്ടൻ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലായി. പറയാൻ മനസ്സിലെങ്കിൽ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, എന്നാ അമ്മിണി പോയി കണ്ടുപിടിക്ക്. ഞങ്ങൾക്ക് അല്പം പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തൂത്തുവാരി ഇറക്കി ഒതുക്കി വെക്കണം. ചെല്ലു ചെല്ലു ചെല്ലു. ഓ, ഞാൻ പോയിക്കോളാവേ. അല്ലെങ്കിൽ ഞാൻ ആർക്കും ഒരു ശല്യത്തിന് നിക്കണ്ട. വാ കൊച്ചെ, നമുക്ക് പോവാം. നീ അടുക്കള ഭരണം ഏറ്റെടുത്തോ? ഇവിടെ കുറെ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ. പൂത്തു കട്ട പിടിച്ച് കുറെ പൊടികളൊക്കെ കണ്ടു. അത് എന്റെ ചേച്ചി വല്ലപ്പോഴും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അതാ. ഒറ്റയ്ക്കോ? ചേച്ചി ഒറ്റയ്ക്കാ. കെട്ടിയോ മരിച്ചുപോയി, മക്കളൊന്നുമില്ല. ഞാൻ വന്നെന്നറിഞ്ഞാൽ ഉടനെ ഓടി വരേണ്ടതാണ്. ഇതുവരെ വന്നില്ലല്ലോ. വരും. ചേച്ചി ഇപ്പൊ ഏതെങ്കിലും അമ്പലത്തിലായിരിക്കും. ചേച്ചിയുടെ ജീവിതം അമ്പലങ്ങളിലാണ്. രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോയാ പിന്നെ ചേച്ചിക്ക് തിരക്കാം. സപ്താഹം, ഭാഗവത പാരായണം, ഭജന, കീർത്തനം, അങ്ങനെ വൈകുന്നേരം വരെ അമ്പലത്തിലായിരിക്കും. വൈകിട്ട് ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയി അന്തി ഉറങ്ങും. പിന്നെ ആളെ കൊണ്ട് ശല്യൊന്നുമില്ല കേട്ടാ. ആ, ചായ റെഡി. കൊള്ളാം. മധുരം ഇത്രയും കൂടി ആവായിരുന്നു. കുറച്ചതാ. ഷുഗറിന് ഗുളിക കഴിക്കുന്ന ആളല്ലേ. അതൊക്കെ വല്ലപ്പോഴും മറക്കുന്നോണ്ട് വലിയ തെറ്റൊന്നുമില്ല. അല്ല, അരിയും പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ടെന്നാ ഞാൻ ചോറ് വെക്കായിരുന്നു. അതെന്തിന്? അതൊന്നും വേണ്ട. നീ നാളെ മറ്റന്നാളെ പോവാനുള്ളതല്ലേ. എങ്ങോട്ട് പോവാൻ? നിന്റെ വീട്ടിലേക്ക്. അല്ല പിന്നെ എന്താ നീ വിചാരിച്ചത്? എന്നും ഇവിടെ തന്നെ താമസിക്കാന്നോ? ഞാൻ അത്രയ്ക്ക് ശല്യമാണോ രാമേട്ടന്? എനിക്കല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും. അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും. അവരോട് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞാ പോരെ? ഈ വയസ്സുകാലത്ത് ഒരല്പം മനസ്സമാനത്തോടു കൂടി കഴിയാൻ വേണ്ടിയാ ഞാൻ അവിടെ ചായക്കടയൊക്കെ ഉപേക്ഷിച്ചും കൊണ്ട് തിരിച്ചു പോകുന്നത്. ഞാൻ രാമേട്ടന് ഒരു മനസ്സമാധാനക്കേടും ഉണ്ടാക്കില്ല. നിന്നെ കാണുന്ന തന്നെ എനിക്കിപ്പോ ഒരു മനസ്സമാനക്കേട്. നിന്നിവിടെ താമസിപ്പിച്ച് ചെലവിന് വരേണ്ട കാര്യം എനിക്കെന്താ? നീ എന്റെ ആരാ? ആരുമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ അച്ഛനും ആങ്ങളമാരും കുടുംബവും എല്ലാം ഉള്ള നിന്നെ ഞാനെന്തിനു സംരക്ഷിക്കണം? മുകളിലിരുന്നു കൊണ്ട് ദൈവങ്ങൾ താഴത്തേക്ക് നോക്കുമ്പോ ഒരു ന്യായം വേണ്ടേ? നാളെ തന്നെ പോയേക്കാം നിന്റെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞാൽ എനിക്കൊരു സ്വസ്ഥതയുള്ളൂ. ഇങ്ങോട്ട് മാറിക്ക്.
ദാമോദരേട്ടാ നല്ല കടുപ്പത്തിലെടുത്തോ. കാലിച്ചായ്ക്ക് കടുപ്പം കുറഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല. എന്താണോ ഇത്ര വായിക്കാൻ? ഇന്നലെ ടി വിയിൽ കണ്ട വാർത്തയല്ലേ? പിന്നെയും മുങ്ങി വരണം. എല്ലാ ദിവസവും ഉണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും പിള്ളേരൊന്നും പഠിക്കത്തില്ല. ഇന്നലെ 3 പേര് പോയി. വിനോദസഞ്ചാരത്തിന് പോയ കുട്ടികളാണ് മുങ്ങി മരിക്കപ്പെട്ടത്. ഇത് പകുതി പതയാണല്ലോ ദാമോദരേട്ടാ. എനിക്ക് പതയാണല്ലോ കൂടുതൽ ഇഷ്ടം. 750 രൂപ. ഒരു 200 താ. ഇല്ലെങ്കിൽ ഉടനെ 1000 ചെന്ന് മുട്ടും. പിന്നെ പത പോലും ഉണ്ടാവില്ല. തരാന്നേ, ഞാൻ നാട് വിട്ട് പോകുന്നൊന്നുമില്ലല്ലോ. നമ്മുടെ രാമേട്ടനല്ലേ വരുന്നത്? എവിടെ? രാമേട്ടന്റെ കൂടെ ഒരു പെണ്ണും കൂടെ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. പെണ്ണോ? ഏത് പെണ്ണ്? ആർക്കറിയാം. അല്ല, ഇത് ആര്? രാമേട്ടൻ തപ്പെത്തി ആളൊന്നുകൂടെ മിനിങ്ങിയല്ലോ. ഒന്നുകൂടെ ചെറുപ്പമായിട്ട് വരാണോ? മനസ്സിൽ കളങ്കലിടും. ഒരു നല്ല ചായ കിടന്നേ. രാഘവ, സുഖം തന്നെയല്ലേ? എന്തോന്നു സുഖം. ഇരുണ്ടും വെളുത്തും അങ്ങനെ അങ്ങ് പോന്നു. എപ്പോ വന്നു? ഞാനത് ചെറിഞ്ഞ ഒരു 3-3:30 കാണും. ഇനി എന്നാ തിരിച്ചു പോന്നേ? ഇനി തിരിച്ചു പോക്കില്ല. അപ്പൊ അവിടുത്തെ ചായക്കടയും ബിസിനസ്സും ഒക്കെ എല്ലാം നിർത്തി. ഇനിയുള്ള കാലം ഇവിടെ നമ്മളെ നാട്ടില്. അതെന്തായാലും നന്നായി. എന്നും കാണാലോ. ആഹാ, നന്നായിട്ടുണ്ട്. അസലായി. അതിന് കുടിച്ചില്ലല്ലോ. കുടിക്കാതെ എങ്ങനെയാ പറയാ? ചായ ഒന്ന് മണത്തു വയ്ക്കാൻ മതി. അപ്പൊ പറയാം നല്ലതാണോ ചീത്തയാണെന്ന്. നമ്മളിത് 10-40 വർഷം കൊണ്ടു നടന്നല്ലേ. തമിഴ്നാട്ടിലെ ചായക്ക് ഏലക്കയുടെ രുചിയും മണവും മുന്നിൽ നിൽക്കുമല്ലേ? അത് വേറെ ചായ. അല്ല, രാമേട്ടന്റെ കൂടെ ഏതൊരു പെണ്ണുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടല്ലോ. അതൊരു വലിയ കഥയാ. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞോന്നേ. കഥയൊക്കെ കേൾക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ വൈകുന്നേരം ഇവിടെ വന്ന് കാലി ചായക്ക് കുടിച്ചിരിക്കുന്നത്. ആ പെണ്ണിന്റെ വീട് അങ്ങ് തൊടുപുഴയിൽ. നാളെ രാവിലെ കൊണ്ടുവിടണം. ഞാൻ നാട്ടിലേക്ക് പോരുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ കൂടെ കൂടി. അതെങ്ങനെയാ ശരിയാവുന്നേ? തൊടുപുഴ എവിടെ കിടക്കുന്നു? ഈ കൂളശ്ശേരി എവിടെ കിടക്കുന്നു? അതല്ലേ പറഞ്ഞത് ഒരു വലിയ കഥയാണെന്ന്. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവൻ പറ്റിച്ചിട്ട് മുങ്ങി. ഒടുക്കം വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ കരഞ്ഞു നിലവിളിച്ച് എന്റെ മുന്നിൽ വന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വിടാം. നല്ല ഒന്നാന്തരം മലയാളി പെൺകൊച്ച്. ഇനിയിപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അവളെ ശവം പോലും കിട്ടുന്നില്ല. അതെന്തായാലും നന്നായി. അപ്പോ ഇനി തൊടുപുഴയ്ക്ക് പോണ്ടേ? പോണം. നാളെ കൊണ്ടുവിടണം. ഈ പെമ്പിള്ളേരുടെ കാര്യം ഭയങ്കര കേട്ടോ. പണ്ടൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് കത്തെഴുതി അങ്ങനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാ പ്രേമം. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? നേരിട്ട് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഫേസ്ബുക്കിൽ നിന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് ഏവനെങ്കിലും വിളിച്ചാ മതി. അങ്ങ് ഇറങ്ങിപ്പോവും. ആരാ, എന്താ, എങ്ങനെയുള്ളവനാ ഒരു നോട്ടമില്ല. അങ്ങ് പോയേക്കുവാ. ദാമോദരൻ ദോശ ഉണ്ടാ? ഉണ്ടല്ലോ. ഓംലെറ്റോ? ഓംലെറ്റ് ഇല്ല. ഇല്ലല്ലേ? ഇന്നൊരു 5-8 ദോശ എടുക്ക്. വൈകിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? ഓ ശരി. The number you have called is currently switched off. The number you have called is currently switched off. എന്തിനാ വെറുതെ ഈ പാഴ്പണി? അവൻ ഇനി നിന്റെ ഫോൺ എടുക്കത്തില്ല, നീ എന്തൊക്കെ ചെയ്താലും. രാജുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ, അല്ലെങ്കിൽ എടുത്തേനെ. അവന്റെ ഫോൺ തന്നെത്താൻ സ്വിച്ച് ഓഫ് ആയതല്ലോ, ആണോ?
തേനിയിലെ ഫാം ഹൗസിൽ നിന്ന് അവന്റെ വീട്ടുകാർ അവനെ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും അവന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഒരിക്കലും അത് ഓൺ ആവാനും പോകുന്നില്ല. അതെപ്പോഴെങ്കിലും ഓണാക്കാതിരിക്കാൻ പറ്റത്തില്ല രാമേട്ട. രാജുവേട്ടന്റെ ഫേസ്ബുക്കും വാട്സപ്പും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആ ഫോണിലാ. ആണോ? ആ, ചുമ്മാ പൊട്ടതരം പറയല്ലോ കൊച്ചെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് ഫോണിന്റെ ABCD പോലും പഠിച്ചിട്ടില്ലാത്ത എനിക്കറിയാം ആ ഫോണിന്ന് സിം എടുത്ത് കളഞ്ഞിട്ട് വേറെ സിം ഇട്ടാൽ പുട്ടുപോലെ ഉപയോഗിക്കാന്ന്. അവൻ ഫോണൊന്നും കളഞ്ഞിട്ടില്ല, ഫോണിന്ന് നിന്നെടുത്ത് കളഞ്ഞു. അതാ ഉണ്ടായത്. ഇല്ല, രാജുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാജുവേട്ടന്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അയ്യോ പാവം, രാജുവേട്ടനിപ്പോ ഫീഡിംഗ് ബോട്ടിലും കുടിച്ച് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ടാവും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് ആ സോമരാജനൊന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു? വിളിച്ചു, എടുക്കുന്നില്ല. റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനും കൈയൊഴിഞ്ഞു എന്നർത്ഥം. സോമേട്ടൻ ഫോൺ എടുക്കാത്തത് എന്താന്നാ എനിക്ക് സംശയം. അതിന് സോമേട്ടൻ എന്നോട് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. അവനും വിഷമം കാണും, മറ്റോ നിന്നെ പറ്റിച്ചല്ലോ എന്നോർത്തിട്ട്. അതിന് സോമേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? അവനും കൂട്ടുന്നില്ല എല്ലാറ്റിനും. നിന്റെ കാര്യം ഓർക്കുമ്പോ ആർക്കായാലും വിഷമം തോന്നും. ഇപ്പൊ എന്റെ കാര്യം നോക്ക്, എനിക്ക് വല്ല കാര്യമുണ്ട്? പിന്നെ ഈ ഒരു പാവാണല്ലോ എന്ന് ഓർത്തോണ്ട് മാത്രം. ഞാനിങ്ങനൊന്നും ആവരുതായിരുന്നു. നിനക്ക് ബുദ്ധിയില്ലാണ്ടായി പോയി. പറ്റിപ്പോയില്ല രാമേട്ട. ഇനി എങ്ങനെ തിരുത്തും? ഒറ്റ വഴിയുള്ളൂ, അവനവന്റെ വീട്. നിമിഷേ, വാ കഴിക്കാം. വരുന്നുണ്ടെങ്കിൽ വാ. വാ കഴിക്കണ്ടേ? ഇതാ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാ. ദോശയും ചട്നിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ കഴുകുക. അത് നോക്കണ്ട, ഞാൻ കഴുകിയതാ. ഇരിക്കെ. എനിക്ക് വേണ്ടായിരുന്നു. അതെന്താ വേണ്ടാത്ത? ഒന്നും കഴിക്കാൻ തോന്നില്ല രാമേട്ട. നാളെ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടുന്ന് പറഞ്ഞോണ്ടാണോ? കൊണ്ടുവിടുമ്പോ അവരെന്നെ തിരിച്ചെടുത്തില്ലെങ്കിലോ? അതൊന്നും എനിക്കറിയണ്ട. നിന്നെ നിന്റെ വീട്ടിലെത്തിക്കാന്നുള്ള എന്റെ പണി. അവര് നിന്നെ തിരിച്ചെടുക്ക്, തള്ളിക്കളെ, തല്ലി കൊല്ല്, എന്താ ചെയ്യണ്ട. നിന്റെ തന്റെയും കൂടെ പിറപ്പുകളല്ലേ, അവരെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ചു പോരും. കഴിക്കേ. കാശ് കൊടുത്ത് മേടിച്ചതാ, നിനക്കും കൂടി കഴിക്കാൻ വേണ്ടിട്ടാ. ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല. കഴിക്കേ. നിനക്ക് പോവാൻ മനസ്സില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ പറഞ്ഞയക്കല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാ. കുറച്ചു ദിവസം ഞാനിവിടെ താമസിച്ചോട്ടെ. വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം കിട്ടണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ വീട്ടുകാരുടെ മനോഭാവത്തിന് മാറ്റം വരുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോ കുറെ ധൈര്യം ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് കുസ്തി പിടിക്കാനൊന്നല്ലോ, ആണോ? ഒരാഴ്ച മതി രാമേട്ട. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. എന്റെ മക്കൾ ഇതുവരെ വിവരം അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അറിഞ്ഞ അപ്പ തന്നെ പാഞ്ഞു വരും. പിന്നെ ഒരു നിമിഷം പോലും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല.
രാമേട്ടൻ അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ? അവർക്ക് വീടും കുടുംബവും ഒക്കെ ഇല്ലേ? അതുകൊണ്ട് എന്റെ മക്കൾക്ക് എന്റെ മേലെ ഒരവകാശം ഇല്ലെന്നാണോ? എന്നെ കുഴിയിലോട്ട് വെക്കുന്നവരെ അവരുടെ അച്ഛനാ ഞാൻ. അത് അവരുടെ ജന്മാവകാശം. അതില്ലാതാക്കാൻ സാക്ഷാൽ ഈശ്വരന് പോലും പറ്റില്ല. ഇത് രാമേട്ടന്റെ സ്വന്തം വീടല്ലേ? ഇവിടെ ആര് താമസിക്കണമെന്ന് രാമേട്ടനല്ലേ തീരുമാനിക്കുന്നേ? അതെ, ഞാൻ തന്നെ തീരുമാനിക്കുന്നു. നാളെ തന്നെ നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം തീരുമാനിക്കുന്നു ഞാൻ തന്നെ. കേട്ടാ? നീ ഇതുവരെ കിടന്നില്ലായിരുന്നു? ഇല്ല. നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ നീ ഒരു ഭാരമായതുകൊണ്ടോ അല്ല. വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയ നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായതുകൊണ്ട്. നാളെ ഒരു ചോദ്യം പോലീസിന്റെ ഭാഗത്തുനിന്നോ നിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ വന്നാൽ എനിക്ക് ഉത്തരം പറയണ്ടേ? എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിന്നെ നിന്റെ വീട്ടിലേക്ക് അയക്കുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്തില്ലാന്ന്? വീട്ടുകാരെന്നെ തിരിച്ചെടുക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ. നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ? നിന്റെ അച്ഛനമ്മമാര് നിന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലോ? രാമേട്ടൻ ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ള ആളല്ലേ? രാമേട്ടൻ അറിയാലോ, ഒരു പുരുഷന്റെ കൂടെ വീട് വിട്ടുപോയ പെണ്ണ് കുറെ കാലം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത് അപമാനമായിട്ട് ഏത് വീട്ടുകാരും കാണും. പക്ഷെ ഒരു ആൺകുട്ടി തിരികെ ചെന്നാലോ അവരെല്ലാം സന്തോഷിക്കും. നീ പറഞ്ഞത് കുറെയൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് എന്റെ ശരി ചെയ്യാതിരിക്കാൻ പറ്റില്ല.